യൂറിക് ആസിഡിന്റെ അളവ് കൂടിയാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. മനുഷ്യരിൽ പ്യൂരിൻ എന്ന പ്രോട്ടീന്റെ ദഹനപ്രക്രിയയെ തുടർന്ന് ഉണ്ടാകുന്ന ഒന്നാണ് യൂറിക് ആസിഡ്. ആരോഗ്യകരമായ ജീവിതത്തിന് യൂറിക് ആസിഡിന്റെ അളവ് സന്തുലിതമാക്കേണ്ടതുണ്ട്. ഉയർന്ന അളവിലുള്ള യൂറിക് ആസിഡ് സന്ധിവാതത്തിനും വൃക്കയിലെ കല്ലുകൾക്കും വൃക്കകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നതിനും ഇടയാക്കും. യൂറിക് ആസിഡിന്റെ അളവ് കുറവാണെങ്കിൽ വിൽസൺസ് രോഗം പിടിപെടാം. ഇത് ശരീരത്തിൽ ചെമ്പ് അടിഞ്ഞുകൂടുന്നതിലേക്ക് നയിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ കിഡ്നി ട്യൂബ് ഡിസോർഡറായ ഫങ്കോണി സിൻഡ്രോമിലേക്ക് നയിക്കുന്നു. യൂറിക് ആസിഡ് രക്തത്തിൽ ലയിക്കുകയും വൃക്കകളിലേക്ക് സഞ്ചരിക്കുകയും അവിടെ നിന്ന് മൂത്രത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. യൂറിക് ആസിഡിന്റെ അളവ് സന്തുലിതമായി നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. സാധാരണ രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് സ്ത്രീകൾക്ക് 100 മില്ലിയിൽ 2.56 പുരുഷന്മാർക്ക് 100 മില്ലിയിൽ 3.47 വരെയാണ് വരേണ്ടതെന്നും ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിലും പ്രോട്ടോകോളിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. വിവിധ രോഗാവസ്ഥകൾ കണ്ടെത്തുന്നതിന് യൂറിക് ആസിഡിന്റെ പരിശോധന അത്യാവശ്യമാണ്. യൂറിക് ആസിഡിന്റെ ഉയർന്ന അളവ് സന്ധിവാതത്തിലേക്ക് നയിച്ചേക്കാം. കഠിനമായ വേദന, സന്ധികളിൽ നീർവീക്കം എന്നിങ്ങനെയാണ് സന്ധിവാതത്തിന്റെ ലക്ഷണങ്ങൾ. നേരെ മറിച്ച് കുറഞ്ഞ യൂറിക് ആസിഡിന്റെ അളവ് കുറവാണെങ്കിലും പ്രശ്നമാണ്. വിൽസൺസ് രോഗം അല്ലെങ്കിൽ ഫ്രങ്കോണി സിൻഡ്രോം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പെരുവിരലിൽ കഠിനമായ വേദന, സന്ധികളിൽ വീക്കവും ചുവപ്പും, കഠിനമായ നടുവേദന, മൂത്രത്തിൽ രക്തം, അമിതമായി മൂത്രമൊഴിക്കുക എന്നിവ ലക്ഷണങ്ങൾ ഉൾപ്പെടുന്നു. ഏതാണ്ട് 43.3 ദശലക്ഷം അമേരിക്കക്കാർ ഹൈപ്പർ യൂറിസെമിയ അനുഭവിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു. സെറം യൂറിക് ആസിഡ് ടെസ്റ്റ്, യൂറിൻ യൂറിക് ആസിഡ് ടെസ്റ്റ്, ജോയിന്റ് ഫ്ലൂയിഡ് ടെസ്റ്റ് എന്നിവയിലൂടെ യൂറിക് ആസിഡിന്റെ അളവ് പരിശോധിക്കാം.